സർ, പൊതുവെ ഇലക്ഷൻ സമയത്ത് മിക്ക സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ UDF ആണെങ്കിലും LDF ആണെങ്കിലും ND ആണെങ്കിലും പരസ്പരം ചെളിവാരി എറിയുക എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് തോന്നുന്നു. ഇത്തരത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും സ്വകാര്യ ജീവിതത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പല പ്രസംഗ വേദികളിലും ഇവർ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ രീതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം മാറ്റുന്നത്? തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കക്ഷികളും മാക്സിമം വോട്ട് പിടിക്കാനുള്ള തിരക്കിലാണ്. എല്ലാവരും പറയുന്നു മതേതരത്വം എന്ന വലിയ ഒരു സംഭവം പ്രസംഗത്തിൽ കൂടി പുറത്ത് പറയുന്നുണ്ടെങ്കിലും പ്രധാന രണ്ട് കക്ഷികള്, അതായത് UDF-ഉം LDF-ഉം എന്തുതരം മതേതരത്വമാണ് അവരുടെ കയ്യിലിരിപ്പ് എന്ന് എങ്ങനെ ചിന്തിച്ചു നോക്കിയാലും മനസ്സിലാകുന്നില്ല. കാരണം രണ്ട് മുന്നണിയിലും ഇവിടുത്തെ മതപാർട്ടികളും തീവ്രവാദികളും അല്ലെങ്കിൽ ഇവിടെ ശരിയാ നിയമം നടപ്പാക്കണം എന്ന് പറയുന്ന മത നേതാക്കളും ഉൾപ്പെട്ട പാർട്ടികളെ തോളിലേറ്റിയിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്നതും ആ ഫേസ് ചെയ്യുന്ന സമയത്ത് വേദികളിൽ വന്ന് മതേതരത്വം എന്ന് വലിയ ഘോര ശബ്ദത്തോടെ പ്രസംഗിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഓരോ തെരുവിൽ പോയി നിന്നാലും കേൾക്കാം. ഇവരുടെ മതേതരത്വം, ഞാൻ മനസ്സിലാക്കുന്ന മതേതരത്വം, ഇപ്പോ ഇതിലേതെങ്കിലും ഒരു കക്ഷി ഭരണത്തിൽ വരും, ഒന്നുമില്ലെങ്കിൽ തുടർ ഭരണം ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റേ കക്ഷി വരാം. പക്ഷെ ഈ ഇപ്പൊ 10 കൊല്ലം ഭരിച്ചു, ഇനിയിപ്പോ വീണ്ടും തുടർ ഭരണം വന്നാൽ പോലും, ഇനി പുതിയ UDF വന്നാൽ പോലും ഇവര് മാറി മാറി ഭരിച്ചിട്ട് ഇവിടെ LDF ചെയ്ത കള്ളത്തരങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് അന്വേഷിച്ച് തക്കതായ കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ UDF തയ്യാറായിട്ടുണ്ടോ? അതേമാതിരി UDF ചെയ്ത കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ അത് ശരിക്ക് അത് കോടതിയിൽ കൊടുത്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഈ 10 കൊല്ലം അല്ലെങ്കിൽ എന്തെങ്കിലും LDF തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ പറയുന്ന മതേതരത്തെ ഇതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.